വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫേസിലെ ഹെയർ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ടാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള വേ എന്താണെന്ന് അറിയാം, പക്ഷേ എന്നാലും അറിയാത്തവർക്കായിട്ടാണ് ഇന്ന് എൻ്റെ വീഡിയോ. നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടാണ്. സോ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് എൻ്റെ ഫേസിൽ കുട്ടി കുട്ടി ഹെയർസ് കാണുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടി കുട്ടിയായിട്ടാണ് കാണുന്നത്. ഞാൻ ചെറുതായിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ, രക്ഷയില്ല. ഞാനിന്ന് എടുത്തേക്കുന്നത് വേഗയുടെ ഫേഷ്യൽ റൈസറാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ കല്യാണ സമയത്ത് മേടിച്ചതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് മോയ്സ്ചറൈസറാണ്. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ മിക്കവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഫ്രണ്ടിലേക്ക് കുട്ടി കുട്ടി ഹെയർസ് വീഴാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒന്ന് സെക്യൂർ ചെയ്തെടുക്കുകയാണ്. ഫേഷ്യൽ ഹെയർ കളയുന്നതിന് മുന്നായിട്ട് നമ്മൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഫേസ് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോസ് എടുക്കുന്നതിനിടയിൽ എനിക്കിടയ്ക്ക് മടി വരാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മോയ്സ്ചറൈസർ എടുക്കുക, അത് കുറേശ്ശായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അലോവേറ ജെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കണം, അതാണ് നമുക്ക് ആവശ്യം. ഒരിക്കലും നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ റേസർ കൊണ്ടിട്ട് ഇങ്ങനെ ഹാർഷായിട്ട് ഇങ്ങനെ പിടിക്കാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും. ഞാൻ കുറച്ചും കൂടി മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്, കാരണം എന്നെ പെട്ടെന്ന് എൻ്റെ സ്കിന്ന് വലിച്ചെടുത്തതുപോലെ എനിക്കൊരു ഫീല് വന്നു. സോ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ കലാപരിപാടി തുടങ്ങാം. അങ്ങനെ നമ്മളത് വേഗയുടെ റേസർ എടുത്തിട്ടുണ്ട്. ഫേഷ്യൽ റേസേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലേഡ് നന്നാണോ നോക്കുക, പിന്നെ മോർ ദാൻ 2 times ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക, നല്ല ബ്രാൻഡിൻ്റെ ഇത് യൂസ് ചെയ്യുക. ഇത് നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന കുറച്ച് റേസേഴ്സ് കണ്ടിട്ടില്ലേ, പച്ച നീല ആ കളറിലൊക്കെ, അതൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക. ശരിക്കും മുഖം നിറയെ കുരുക്കൾ വരും. എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരിക്കും അങ്ങനത്തെ റേസേഴ്സൊന്നും നമ്മൾ വാങ്ങിച്ച് ഫേസിൽ യൂസ് ചെയ്യരുത്. വളരെ കെയർ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. കുറേ ആൾക്കാരുടെ പേടിയാണ് ഫേഷ്യൽ ഹെയർ കളയുമ്പോൾ ഒരുപാട് ഹെയർ വരുമോ, അല്ലെങ്കിൽ ആണുങ്ങളെപ്പോലെ മീശയും താടിയൊക്കെ വരുമോ. അങ്ങനെ ഞാനും പേടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരു 3 to 4 years മുന്നേ വരെ എനിക്ക് പേടിയായിരുന്നു ഫേസിലെ ഹെയർ കളയാനായിട്ട്. ഭയങ്കരമായിട്ട് കിളിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് മീശ വരുമോ താടി വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് 4 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഫേഷ്യൽ റേസേഴ്സാണ്. വേറെ ഒരു ട്രീറ്റ്മെൻറ്റോ വേറെ എന്തെങ്കിലും ഫേസ് പാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഫസ്റ്റായിട്ട് യൂസ് ചെയ്തതാണ് ഈ റേസർ. അതിൽ നിന്ന് എനിക്ക് തിരിച്ചു പോകാനേ തോന്നിയിട്ടില്ല. ഞാനൊരു 3 weeks കൂടുമ്പം ഫേസിലെ ഫുള്ള് ഹെയർസ് കളയാറുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഹെയർ കൂടുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് വേറെയും കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളെ ഡെഡ് സ്കിന്നൊക്കെ പോവും. പിന്നെ അല്ലാണ്ട് നമ്മൾ പിന്നീട് യൂസ് ചെയ്യണ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണെങ്കിലും നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ പെനട്രേറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും. അപ്പർ ലിപ്പിലും താടിയിലുമായിട്ട് പിന്നെയും ഡ്രൈനെസ് വരുന്നതൊക്കെ എനിക്ക് തോന്നി. സോ ഞാൻ കുറച്ചും കൂടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ചെയ്തത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സൈഡിലോട്ടാണോ റേസർ കൊണ്ടുപോകണത്, ഫസ്റ്റ് നമ്മൾ ഏത് സൈഡിലോട്ടാണോ ചെയ്യുന്നത് ആ സൈഡിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. സൈഡ് മാറി നമ്മൾ അല്ലെങ്കിൽ വേറെ ഡയറക്ഷൻ മാറി ചെയ്യാനേ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് വരുമ്പോൾ അതൊരു പല ഡയറക്ഷനിൽ കിളിച്ചത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. സോ ഒരേ ഡയറക്ഷനിൽ തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക, എന്നാലേ നമുക്ക് കറക്റ്റ് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ.
ഞാനൊരു 2 വീക്സ് മുന്നേ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് വലിയതായിട്ട് അങ്ങനെ ഹെയർ ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ചുണ്ടായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റായിട്ടോ, നല്ലൊരു റിഫ്രഷിങ് ഫീലാണ്. ഇനി നമ്മൾ സ്കിന്നിൽ എന്തിട്ടാലും ഭയങ്കരമായിട്ട് പെനെട്രേറ്റ് ആയി പൊക്കോളും, നല്ല റിസൾട്ട് കിട്ടും നമുക്ക്. സോ ഇതിന് ശേഷം ഒരു ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.